നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീനയ്ക്ക് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാണെന്നാണല്ലോ, അങ്ങനെ എളുപ്പമാക്കി കൊടുത്തു എന്നാണല്ലോ ആളുകളൊക്കെ പറയുന്നത്. എമിലിയാനോ മാർട്ടിനസിനോടാണ് ചോദ്യം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നാളെ നേരിടുന്നു. അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് എമി മാർട്ടിനസിനോട് ഈ ചോദ്യം വരുന്നത്. എമിയുടെ കുറിക്കുകൊള്ളുന്ന മറുപടി. എമി പറയുന്നു, ഞങ്ങളല്ല ഞങ്ങളുടെ എതിരാളികളെ തീരുമാനിച്ചത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞങ്ങൾക്ക് ക്വാർട്ടർ ഫൈനൽസിൽ പോർച്ചുഗലിനെ നേരിടാനുണ്ടായിരുന്നു ശരിക്കും വരികയാണെങ്കിൽ. പക്ഷേ കൊളംബിയ പോർച്ചുഗലിൻ്റെ മേലെ ആധിപത്യം പുലർത്തി. പോർച്ചുഗലിന് അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം കിട്ടിയില്ല. ദെൻ സംഭവിച്ചത് എന്താ? സ്വിറ്റ്സർലൻഡ് ആ കൊളംബിയയെ തോൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഒടുവിൽ സ്വിറ്റ്സർലൻഡിനോട് ക്വാർട്ടർ കളിക്കേണ്ട അവസ്ഥ വന്നു. അല്ലെങ്കിൽ പോർച്ചുഗൽ വരേണ്ടതല്ലേ, അവർ നേരത്തെ തോറ്റുപുറത്തായി. അപ്പം സത്യം പറഞ്ഞത് ടഫായിരുന്നു. എല്ലാ മത്സരങ്ങളും വളരെ ടഫാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? മത്സരങ്ങൾ കളിക്കുക, അഡാപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതാണ് ചെയ്യേണ്ടത് എന്ന് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഫിക്സർ ഇട്ടപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും പോർച്ചുഗലും വരുമെന്നല്ലേ. പോർച്ചുഗലോ അവർക്ക് അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം പോലും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ആ പാത്തിൽ അവർ പെട്ടില്ല. അപ്പോൾ അവരെ തോൽപ്പിച്ച കൊളംബിയ ആയിരിക്കും ക്വാർട്ടറിൽ വിചാരിച്ചു. അപ്പോഴോ അവരെ സ്വിറ്റ്സർലൻഡ് തോൽപ്പിച്ചു. അങ്ങനെയല്ലേ സ്വിറ്റ്സർലൻഡ് അർജന്റീനയുടെ എതിരാളിയായിട്ട് വന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ ടീമുകൾ തോറ്റു പുറത്തായിട്ട് അത് അർജന്റീനക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആര് എളുപ്പമാക്കി കൊടുത്തു? നിങ്ങൾ തോറ്റു, നിങ്ങൾ പുറത്തായി, നിങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അത് തന്നെയാണ് അതിലെ കാര്യം. അതാണ് എമി മാർട്ടിനസും പറഞ്ഞത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.